നമസ്കാരം. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഓരോരുത്തരുടെയും ഉപയോഗ സാഹചര്യത്തെയും രീതികളെയും ആശ്രയിച്ചിരിക്കും. എന്നാൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ഒട്ടും അനുയോജ്യമല്ലാത്ത സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ടോയ്ലറ്റ് എന്നായിരിക്കും ഡോക്ടർമാർ നൽകുന്ന ഉത്തരം. ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്മാർട്ട് ഫോണും കൂടെ കൊണ്ടുപോകുന്ന ശീലമുള്ളവർ ഏറെയാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒരു നേരം പോക്കാകുമല്ലോ എന്ന ചിന്തയിലും ടോയ്ലറ്റിൽ ഫോൺ കൊണ്ടുപോകുന്നവരുണ്ട്. അതല്ലാതെ സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ഇരുന്ന് കുറച്ചു നേരം ഫോൺ നോക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം ആവശ്യമില്ലെങ്കിലും ഫോണുമായി ടോയ്ലറ്റ് സീറ്റിലേക്ക് ഓടുന്നവരും ഉണ്ട്. ആവശ്യത്തിന് കസേരയും കട്ടിലും സോഫയും എല്ലാം ഉണ്ടെങ്കിലും ചില ആളുകൾക്ക് വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട സീറ്റ് ടോയ്ലറ്റ് സീറ്റ് ആയിരിക്കും. അവിടെ പോയിരുന്ന മണിക്കൂറുകളോളം ഫോണിൽ തോണ്ടിയിരിക്കുന്നവർ നിരവധി പേരുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ടോയ്ലറ്റിൽ ഫോണുമായി പോകുന്നത് അത്ര നല്ല ശീലമല്ല എന്നാണ് ഡോക്ടർമാർ കാലങ്ങളായി പറയുന്നത്. ടോയ്ലറ്റിൽ സ്മാർട്ട് ഫോൺ കൊണ്ടുപോവുകയും ഏറെ നേരം അവിടെ ഇരുന്ന് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരുത്തിവെക്കുമെന്ന് ഇതിനകം പല വിദഗ്ധരും പഠന റിപ്പോർട്ടുകൾ അടക്കം തെളിവായി ചൂണ്ടിക്കാട്ടിയാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ സങ്കീർണതകൾ വ്യക്തമാക്കി ഡാളസിലെ ടെക്സസ് യൂണിവേഴ്സിറ്റി സൗത്ത് വെസ്റ്റേൺ മെഡിക്കൽ സെന്ററിലെ കൊളോറെക്ടൽ സർജൻ ഡോക്ടർ ലായ് സു രംഗത്തെത്തിയിട്ടുണ്ട്. ടോയ്ലറ്റിൽ പോകുമ്പോൾ സ്മാർട്ട് ഫോൺ കൂടെ കൂട്ടുന്നത് കൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നാം. എന്നാൽ വിചാരിക്കുന്നത്ര നിരുപദ്രവകരമല്ല ഈ ശീലം. ടോയ്ലറ്റിൽ ദീർഘനേരം ഇരിക്കുന്നത് ആളുകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ഹെമറോയിഡുകളുടെയും പെൽവിക് പേശികളുടെയും ദുർബലമായ അപകട സാധ്യതയുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ടോയ്ലറ്റിൽ ശരാശരി 5 മിനിറ്റ് വരെ ചിലവഴിക്കുന്നതാണ് ഉചിതമെന്ന് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിനുള്ള സ്റ്റോണി ബ്രൂക്ക് മെഡിസിനിലെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് സെന്റർ ഡയറക്ടറും മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ ഫറ മൻസൂർ പറയുന്നുണ്ട്. നമ്മുടെ ഭൂമിയിൽ നിലനിർത്തുന്നത് ഗുരുത്വാകർഷണമാണ്. എന്നാൽ അതേ ഗുരുത്വാകർഷണം ഹൃദയത്തിലേക്ക് രക്തം തിരികെ പമ്പ് ചെയ്യാൻ കഠിനമായി പ്രവർത്തിക്കാൻ ശരീരത്തെ പ്രേരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ നേരം ടോയ്ലറ്റിൽ ചിലവഴിക്കുന്നത് അനോറെക്ടൽ അവയവങ്ങൾക്കും പെൽവിക് ഫ്ലോറിനും വളരെ അനാരോഗ്യകരമാണെന്നാണ് സു പറയുന്നത്. ഏറെ നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള മറ്റൊരു പ്രശ്നം പെൽവിക് ഫ്ലോർ പേശികൾ ദുർബലമാകുന്നു എന്നതാണ്. തുടർച്ചയായി ദീർഘനേരം ഇരിക്കുമ്പോൾ ഗുരുത്വാകർഷണ സമ്മർദ്ദം ഈ പേശികളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പുറമെ ഏറെ നേരം ടോയ്ലറ്റിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള അണുബാധ പ്രശ്നങ്ങൾ വേറെയാണ്. അതിനാൽ കൂടുതൽ നേരം ടോയ്ലറ്റിൽ സമയം ചിലവഴിക്കാതിരിക്കാൻ പത്രം, മാസികകൾ, സ്മാർട്ട് ഫോൺ മുതലായവയൊക്കെ ടോയ്ലറ്റിൽ ഇരുന്ന് ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കേണ്ടതുണ്ട് എന്നാണ് കാലിഫോർണിയയിലെ ഇൻവിനിലുള്ള സിറ്റി ഓഫ് ഹോപ്പ് ഓറഞ്ച് കൗണ്ടിയിലെ ഇന്റർവെൻഷണൽ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ലാൻ യുറോഡോമ ഉപദേശിക്കുന്നത്.